ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ എയർപോർട്ട് കണ്ടിട്ട് തിരിച്ച് നാട്ടിലേക്കാണെന്ന് വിചാരിക്കേണ്ട. എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ വേറൊരു ടൂറിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പും എവിടെയാണെന്ന് പറയുന്നതിന് മുമ്പും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു യൂറോ ഏഷ്യൻ കൺട്രിയായ അസർബൈജാനിലാണ് കേട്ടോ ഞങ്ങളുടെ ഈ വർഷത്തെ ഈദ് വെക്കേഷൻ ടൂർ എന്ന് പറയുന്നത്. ഓരോ ബഡ്ജറ്റിനും ഓരോ പാക്കേജാണ് കേട്ടോ. ഞങ്ങൾക്ക് 7 ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ 7 ഡേയ്സ് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഒരു ടൂറിൻ്റെ മാനേജർ അല്ലെങ്കിൽ കോർഡിനേറ്റർ ഡ്രൈവർ എന്നൊക്കെ പറയുന്ന ഒരാൾ വന്ന് നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. സ്വപ്നങ്ങളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൊരു യൂറോപ്യൻ കൺട്രി എന്ന് പറയുമ്പോൾ നേരിട്ട് കാണുമ്പോൾ പ്രത്യേകിച്ച് വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ സ്വപ്നത്തിൽ മാത്രം ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. സത്യം എനിക്കിതൊക്കെ വന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ ഇത്രയും പച്ചപ്പ് നിറഞ്ഞൊരു രാജ്യമായിരിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ ഒരു എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടൽ വരെയുള്ള റോഡുകൾ മൊത്തം നമുക്ക് ബോറടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു. ഏകദേശം ഒരു സന്ധ്യ സമയത്താണ് കേട്ടോ നമ്മളെത്തിയത്. സന്ധ്യാസമയം എന്ന് പറയുമ്പോൾ ഒരു 5-5:30-6 മണി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഇറങ്ങിയപ്പം പിന്നെ എന്താ പറയുക, നമ്മുടെ സൗദിയിലെയും ഇവിടുത്തെയും സമയം തമ്മിൽ 1 മണിക്കൂർ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം സൗദിയിലൊരു 4 മണിയായപ്പോൾ ഇവിടെ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടുന്ന് ഹോട്ടൽ വരെയുള്ള യാത്രകളെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യമായിട്ടും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള റോഡുകളും സൈഡൊക്കെ ആണെങ്കിൽ നമ്മളെന്താ പറയുക, അത്ര ഒരു ചില്ല പോലും ഉണങ്ങി ഞാൻ കണ്ടില്ല. അത്രയും നല്ല പച്ചപ്പ് നിറഞ്ഞ ആ ഒരു പ്രദേശമായിരുന്നു കേട്ടോ. പഴയ റഷ്യൻ്റെ അണ്ടറിലായിരുന്നു കേട്ടോ ഈ അസർബൈജാൻ. പക്ഷേ ഇപ്പോൾ യൂറോപ്പിനെയും ഏഷ്യയും കവർ ചെയ്തിരിക്കുന്നൊരു കൺട്രിയാണ്. ഏറ്റവും നല്ല എന്താ പറയുക, ഏറ്റവും നല്ല കൺട്രി എന്നോ അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനൊരു എന്താ പറയുക അവസരം എനിക്ക് കിട്ടുന്നത് തന്നെ. ഞാൻ വന്നിട്ടുണ്ട് സൗദി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇറങ്ങും പോയിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വരണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ 10 ദിവസത്തെ വെക്കേഷൻ ആണെങ്കിലും നമുക്കൊന്ന് വരാൻ പറ്റിയ നല്ലൊരു കൺട്രിയാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തിയിട്ടോ. നമുക്ക് ഐറിസ് ഹോട്ടലായിരുന്നു. നമ്മളങ്ങനെ ഹോട്ടലിലെത്തി. ഹോട്ടലും നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ ജദ്ദയിലൊക്കെ ഉള്ള ഹോട്ടൽ സൂപ്പറൊക്കെ തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളങ്ങനെ ഇത്ര രീതിയിലുള്ള ഹോട്ടൽസൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ വന്ന് ദേ റൂമിലേക്ക് പോവാണ് കേട്ടോ. റൂം അടിപൊളിയായിരുന്നു. നമുക്കൊരു സിംഗിൾ ബെഡ്റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അതിൽ തന്നെ കുട്ടികൾക്കൊരു സെക്ഷൻ, ഒരു ചെറിയൊരു ബേബി ക്രിബൊക്കെ ഉണ്ടായിരുന്നു. 2 ബെഡും ഒരു ചെറിയ ബേബി ക്രിബും ഒക്കെ ആയിട്ട് ഒരു സിംഗിൾ ചെറിയൊരു ബെഡ്റൂം, എന്നാൽ നല്ല സൂപ്പറായിട്ടുള്ള ബെഡ്റൂം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക്
നാടിനെ കുറിച്ചുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ ഇനിയുള്ള വീഡിയോസിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. വീഡിയോസ് കാണാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തിയേക്കണേ. അപ്പോൾ ഞാൻ പോകുന്നു. ടാറ്റാ, അടുത്തുള്ള വീഡിയോസിൽ കാണാം. ബൈ ബൈ.